നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്നതിന് വഴിയൊരുക്കുന്ന PM ശ്രീ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI പേരാമ്പ്രയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി R ശശി ഉദ്ഘാടനം ചെയ്തു. PMC പദ്ധതി വേണ്ടേ വേണ്ട, PMC പദ്ധതി വേണ്ടേ വേണ്ട, ഫെഡറലിസത്തെ വെല്ലുവിളിച്ച് PMC പദ്ധതി ഉപേക്ഷിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി CPI പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര വടകര റോഡ് ജംഗ്ഷനിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. T ഭാരതി സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി R ശശി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ നയത്തിലൂടെ BJP ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് പുതുതലമുറയിൽ ഹൈന്ദവ വർഗീയ വികാരം കുത്തിച്ചെലുത്താനും അവരിലെ യുക്തിബോധം ചോർത്തിക്കളയാനും RSS എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി പുതിയ തലമുറയെ സജ്ജമാക്കുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റി തീർക്കത്തക്ക രീതിയിലുള്ള നയസമീപനങ്ങളാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ആ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഒരു മുഖശ്രീയാണ് 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള PM3 എന്ന ചുരുക്കം പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. രാജ്യത്തെ 14,500ഓളം വിദ്യാലയങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ ഈ PM3 പദ്ധതി നടപ്പിലാക്കുക വഴി കേന്ദ്ര ഗവൺമെന്റിന്റെ NCERT തയ്യാറാക്കുന്ന പാഠ്യപദ്ധതി അടക്കം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പുതുതലമുറയെ ഹൈന്ദവ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഹിന്ദുത്വ തീവ്രവാദികളുടെ അജണ്ടയുടെ ഭാഗമായി AK ചന്ദ്രൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KK ഭാസ്കരൻ, ശശികുമാർ അമ്പാടി, ഗോപാലകൃഷ്ണൻ തണ്ടോറപ്പാറ, AG രാജൻ, രാജൻ കോറോത്ത്, വിനോദ് തിരുവോത്ത് എന്നിവർ സംസാരിച്ചു. രാജു PK, സീമ, രഞ്ജിത്ത്, സജിത എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. മീഡിയ വിഷൻ പേരാമ്പ്ര.